ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ സിവിൽ 3D ട്യൂട്ടോറിയൽ സെക്ഷന് മറ്റൊരു വീഡിയോ ആണ്. ഇതിൽ ഞാൻ പറയുന്നത് എങ്ങനെ ഡിസൈൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ ഒരു ലോങ് പ്രോസസ്സിലാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് ഒരു ഗ്രേഡിങ് ക്രിയേറ്റ് ചെയ്തു, അതിൽ അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു, അതായത് നമ്മൾ പോകേണ്ട റൂട്ടിൻ്റെ അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ സർഫസ് പ്രൊഫൈൽ എടുത്തു. കഴിഞ്ഞ ട്യൂട്ടോറിയലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സർഫസ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഗ്രൗണ്ടിൻ്റെ ഈ അലൈൻമെൻറ്റ് പോകുന്ന റൂട്ടിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ നേരെ വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ അലൈൻമെൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കാരണം ചെറിയൊരു അലൈൻമെൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അലൈൻമെൻറ്റിൽ കൂടി നമ്മൾ ഓൾറെഡി സർഫസ് പ്രൊഫൈൽ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എക്സിസ്റ്റിംഗ് പ്രൊഫൈൽ. അതിൽ നമ്മൾ ഡിസൈൻ പ്രൊഫൈൽ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ ഗ്രാഫ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പം അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത വീഡിയോ നമ്മൾ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത്. ബാൻഡ് എന്ന് പറയുമ്പോൾ ഈ അടിയിൽ വരുന്ന ബാൻഡ് സെറ്റാണ് ചെയ്യുന്നത്. ഈ ബാൻഡ് ചെയ്യുന്നേക്കാളും ആദ്യം നമ്മൾ ഡിസൈൻ പ്രൊഫൈൽ ചെയ്തിട്ട് വേണം നമ്മൾ ബാൻഡ് ചെയ്യാനായിട്ട്. എന്നാലാണ് ബാൻഡിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡിസൈൻ പ്രൊഫൈൽ ആദ്യം എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ട്യൂട്ടോറിയൽ ഞാൻ ബാൻഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യം ഹോമിലാണെങ്കിൽ, സിവിൽ 3D ഹോമിലാണെങ്കിൽ അവിടെ പ്രൊഫൈലിൻ്റെ താഴെയായിട്ട് പ്രൊഫൈൽ ക്രിയേഷൻ ടൂള്, അതായത് പ്രൊഫൈലിൽ തന്നെ പ്രൊഫൈൽ ക്രിയേഷൻ ടൂൾ എന്നുള്ളതുണ്ട്. അപ്പോൾ അത് ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മളോട് ഏതാണ് സർഫസ് പ്രൊഫൈൽ ചൂസ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് സർഫസ് പ്രൊഫൈൽ ചൂസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇത് നമ്മുടെ ക്രിയേറ്റ് ഡിസൈൻ പ്രൊഫൈലിൻ്റെ ഒരു വിൻഡോ ആണ്. ഇതിനകത്താണ് നമ്മൾ നെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നെയിം ഡീഫോൾട്ടായിട്ട് നമ്മുടെ പ്രൊഫൈൽ ടൈപ്പ് പ്ലസ് നെക്സ്റ്റ് കൗണ്ടറാണ് വരുന്നത്. അലൈൻമെൻറ്റ് 1+1 എന്ന് പറയും. സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഡിസൈൻ പ്രൊഫൈലിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ ഇത് സിവിൽ 3Dയിൽ ഒരു പാർട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഒരുപാട് നമുക്ക് സിവിൽ 3Dയിൽ എഡിറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ ഞാൻ എല്ലാം പരിചയപ്പെടുത്താനായിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് നെയിം ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് തന്നെയല്ല, ഇപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ വളരെ ലെങ്ത്ത് കൂടിപ്പോകും. അപ്പോൾ അതും പിന്നെ ബോറടിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഡിസൈൻ പ്രൊഫൈലാണ്, നമ്മുടെ പ്രൊഫൈൽ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഇത് ഡീഫോൾട്ടായിട്ട് വരുന്നതാണ്. കംപ്ലീറ്റ് ലെവൽ സെറ്റാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓക്കെ കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ലേഔട്ട് 1 എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈൻ പ്രൊഫൈലിൻ്റെ ടൂൾസ്. ഇവിടാണ് നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡ്രോ ടാൻജൻസ് എന്ന് പറഞ്ഞാൽ ഒൺലി ലൈൻസ് മാത്രമേ ഉള്ളൂ. വെർട്ടിക്സ് കഴിഞ്ഞാൽ പിന്നെ ലൈൻസാണ്. അതിൻ്റെ ഇടയ്ക്ക് കർവില്ല. അതായത് രണ്ട് വെർട്ടിക്സിൻ്റെ ഇടയ്ക്ക് കർവ് വരുന്നത് ഡ്രോ ടാൻജൻസ് വിത്ത് കർവ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രോ ടാൻജൻസ് വിത്ത് കർവ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒന്ന് ഡ്രോ ചെയ്തിട്ട് നമ്മൾ ഇതൊക്കെ പരിചയപ്പെടുത്താം. ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡിങ് ആണ് നമ്മൾ ഡിസൈൻ പ്രൊഫൈൽ ചെയ്യുന്നത്. കാരണം ഒരു അലൈൻമെൻറ്റ് ചെയ്യുന്നത് തന്നെ നമ്മൾ അവിടെ റോഡ് എന്തെങ്കിലും ചെയ്യാനാണ്. അപ്പോൾ ആ റോഡ് ചെയ്യുമ്പം അലൈൻമെൻറ്റ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം നമ്മളൊരു അലൈൻമെൻറ്റ് ചെയ്തു, കുറച്ച് പോർഷൻ മാത്രം വിട്ട് അപ്പം ചെയ്യുമ്പോൾ അതൊരു എററായിട്ട് നമുക്ക് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കുറച്ച് പോർഷൻ വിട്ടിട്ട് വേണം അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് ക്വാണ്ടിറ്റിയിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും നമ്മൾ. അപ്പോൾ ഞാനിവിടെ ഒരു ഡിസൈൻ പ്രൊഫൈൽ ഞാനിങ്ങനെ റഫായിട്ട് ചെയ്യാണ്. ഇപ്പം ഡിസൈൻ പ്രൊഫൈൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രൊഫൈലിൽ കൂടിയാണ് നമ്മുടെ കോഡോർ പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. നമ്മൾ ചിലപ്പം ചില പോർഷനിൽ കട്ട് കൂടുതലും ചില പോർഷനിൽ ഫില്ല് കൂടുതലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഞാനിപ്പം റഫായിട്ട് ചെയ്യണം, കാരണം അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു ഡിസൈൻ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ അത് ശേഷവും നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്ക് അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ പോലെ ഓഫ്സെറ്റ് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ പ്രൊഫൈൽ ചെയ്യാം. അപ്പോൾ എൻഡ് വരയ്ക്കും നമ്മൾ എടുക്കണം, സ്റ്റാർട്ടിങ് ടു എൻഡ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എറർ വരും, ക്വാണ്ടിറ്റിയിലൊക്കെ എറർ വരും. അപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റ് ലെവൽ സെറ്റ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ സ്കെയിൽ 1:1000 ആണ്. അപ്പം അന്നേരം നമുക്ക് കുറച്ചും കൂടെ കാണാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് പെർസെൻറ്റേജ് വന്നിട്ടുണ്ടാക്കാം. ലേബൽ സെറ്റ് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം. നമ്മൾ ഇതിനകത്ത് ഈ ഡിസൈൻ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും വരും. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കുമായിരിക്കും കുറച്ചും കൂടി ഈസി. എഡിറ്റ് ലേബൽ കൊടുത്താൽ നമുക്ക് എന്തൊക്കെ ലേബൽസാണ് ഇവിടെ വന്നേക്കുന്നത് നമുക്കറിയാം. ലൈൻസിലെ പെർസെൻറ്റേജ് ഗ്രേഡ്, ഈ പെർസെൻറ്റേജ് ആണ് വന്നേക്കുന്നത്. അതിൻ്റെ ഒരു ലേബൽ സെറ്റാണിത്. സ്റ്റൈലാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, വേറെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം ഇതിനകത്ത് നമ്മൾ ടാൻജൻറ്റ് ഗ്രേഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം
അത് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് ഈ കാണുന്നതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ലൈൻ ആഡ് ചെയ്യണം. സ്ലോപ്പ് നമുക്കിപ്പോൾ സ്ലോപ്പ് ഒന്ന് ആഡ് ചെയ്യണം. അപ്പം സ്ലോപ്പ് ഒന്ന് ആഡ് ചെയ്യണമെങ്കിൽ സ്ലോപ്പ് ഒന്ന് ആഡ് ചെയ്തിട്ട് അത് കൊടുത്താൽ അപ്ലൈ കൊടുത്താൽ ഓക്കെ കൊടുത്താൽ തന്നെ സ്ലോപ്പ് = അങ്ങനെ വരും. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഗ്രേഡ് ബ്രേക്സ് എന്ന് പറയുന്നത് സ്റ്റേഷൻ ഓവർ എലിവേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ മുകളിൽ കാണുന്നതാണ്. ഇത് നമ്മുടെ ഗ്രേഡ് ബ്രേക്സ് ആണ്. അതിൻ്റെ മുകളിൽ എലിവേഷനാണ്. പിന്നെ ക്രസ്റ്റ് കർവ്സും സാഗ് കർവ്സും, അതായത് മുകളിലേക്കും താഴേക്കുമുള്ള കർവുകളാണ്. ആ കർവുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡീഫോൾട്ടായിട്ട് നമ്മൾ ടെംപ്ലേറ്റ്സ് നമ്മൾ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ബട്ട് ഞാനീ ചെയ്യുന്നത് സിവിൽ 3D തന്നെ തന്നിരിക്കുന്ന ടെംപ്ലേറ്റ്സ് ആയതുകൊണ്ട് ഇതിലെല്ലാം ഒരു ഡീഫോൾട്ടായിട്ടുള്ള ടെംപ്ലേറ്റേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പം, നമ്മളൊരു കമ്പനിയിലൊക്കെ പോയി പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പം ഈ പറയുന്ന എല്ലാത്തിനും നമ്മൾ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. കാരണം നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യണ സമയത്ത് പോയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ നോക്കിയാൽ, എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നോക്കിയാൽ നമുക്ക് പിന്നെ അതിനെ സമയം ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മളൊരു വൈഡായിട്ട് യൂണിവേഴ്സലായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ടെംപ്ലേറ്റ്സും ക്രിയേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് എന്നിട്ട് ആ ടെംപ്ലേറ്റ്സ് ഏതാണോ വേണ്ടത് അത് നമുക്ക് ഇതുപോലെ ഈ നമ്മൾ ഡ്രോയിങ് സേവ് കൊടുത്തിട്ട്, ഇപ്പം ഞാൻ ഡ്രോയിങ് സേവ് കൊടുത്തു. അതിന് ശേഷം മാനേജിൽ പോയിട്ട് നമ്മൾ ഇമ്പോർട്ട് കൊടുത്താൽ ഏത് ഫയലിലാണോ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫയലിൽ നിന്ന് നമുക്ക് നമ്മുടെ സെറ്റിങ്സ് എല്ലാം നമ്മൾ എടുക്കാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ചെയ്ത കുറച്ച് ഒരു പ്രൊജക്റ്റിൻ്റെ കുറച്ച് സെറ്റിങ്സ് ഞാനിങ്ങോട്ട് എടുക്കുകയാണ്. പക്ഷേ ഇപ്പോൾ സെറ്റിങ്സ് എടുത്താലും നമ്മൾ ഈ എക്സിസ്റ്റിംഗ് സെറ്റിങ്സ് അവിടെ നമ്മൾ ഓവർറൈഡ് ചെയ്ത് നമ്മൾ മോഡിഫൈ ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ആ സെറ്റിങ്സ് മാറത്തുള്ളൂ. നമ്മൾ പുതിയതായിട്ടാണ് സെറ്റിങ്സ് അവിടെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഇവിടുത്തെ ഈ നിലവിൽ കൊടുത്തിരിക്കുന്ന സെറ്റിങ്സ് മാറത്തില്ല. അത് നമ്മൾ മാനുവലായിട്ട് പോയി മാറിക്കൊടുക്കും. ഞാനത് ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന ടിക്കെല്ലാം നമുക്ക് സെറ്റിങ്സ് ഉണ്ട്. അത് എല്ലാം കൂടെ നമ്മുടെ ഇപ്പം എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് മെർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ സെറ്റിങ്സ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഈ നിലവിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സെറ്റിങ്സ് ഒന്നും ഓവർറൈഡ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഇതൊന്നും മാറാത്തത്. അപ്പം നമ്മളിത് ലെവൽ സെറ്റ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇവിടെ പോയിട്ട് നമ്മുടെ ലെവൽ സെറ്റിൽ പെർസെൻറ്റേജ് ഗ്രേഡ് എന്നുള്ളത് വേണ്ടിയിട്ട് നമ്മുടെ ഇങ്ങനെ മാറ്റി കൊടുക്കാം. അതുപോലെ സ്റ്റേഷൻ ഓവർ എലിവേഷൻ എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഓരോന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം ഇതിങ്ങനെ നമ്മൾ മാറ്റി കൊടുത്താൽ നമ്മുടെ ആ കൊടുക്കുന്നതനുസരിച്ച് കണ്ടോ പെർസെൻറ്റേജ് എല്ലാം സ്റ്റൈലെല്ലാം മാറി. നമ്മളെങ്ങനെയാണോ കൊടുത്തത് അതിനകത്ത് എല്ലാം വരും. ഇതിനകത്ത് ഫുള്ള് വാല്യൂ എല്ലാം വരും. അപ്പം നമ്മളെങ്ങനെയാണോ കൊടുക്കുന്നത് അതനുസരിച്ചിരിക്കും ഓരോ ലേബലൊക്കെ. പിന്നെ ഇതിനകത്ത് പറയുന്നത് പ്രൊഫൈൽ ലേഔട്ട് ടൂള്, ലേഔട്ട് 1 എന്നുള്ളതിൻ്റെ ടൂളാണിത്. ഇതിനകത്ത് ഇത് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, പോയിൻ്റ് ഓഫ് വെർട്ടിക്കൽ PVI എന്ന് പറഞ്ഞ പോയിൻ്റ് ഓഫ് വെർട്ടിക്കൽ ഇൻ്റർസെക്ഷൻ എന്നാണ്. ഇത് നമുക്ക് PVI ആഡ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ PVI എന്ന് പറയുന്നത് നമ്മുടെ ഈ വെർട്ടിക്സ് ആണ്, അതായത് ഈ സംഭവമാണ്. ഇത് ഈ പോയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണിത്. നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചാൽ ഇവിടെ നമുക്കൊരു PVI ആഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, PVI വന്നു. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സ്നാപ്പ് എവിടെയാണ് പിടിക്കുന്നത് അവിടെയാണ് പോകുന്നത്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ സ്നാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ബ്രേക്കിലേക്ക് വന്നുകൊണ്ട് അവിടെ വന്നു. എൻ്റർ കൊടുത്താൽ അവിടെ വന്നു, അവിടെ ഒരു ബ്രേക്കായി. അതുപോലെ ഡിലീറ്റ്, ഇത് ഡിലീറ്റ് PVI ആണ്. അപ്പോൾ ഈ പോയിൻ്റ് ഓഫ് വെർട്ടിക്കൽ ഇൻ്റർസെക്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് അത് കൊണ്ടുവന്നിട്ട് ഡിലീറ്റ് കൊടുക്കാം. അപ്പോൾ അത് ഡിലീറ്റ് ആയി പോയിക്കോളും. അതുപോലെ ഏത് വേണമെങ്കിലും നമുക്ക് ഡിലീറ്റ് കൊടുക്കാം. ഇപ്പോൾ ഈ പോയിൻ്റ് നമുക്ക് വേണ്ട എങ്കിൽ അതും നമുക്ക് ഡിലീറ്റ് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസൈൻ ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇത് 11% ഒക്കെ സ്ലോപ്പ് വരികയാണ്. 11% സ്ലോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഹെവി സ്ലോപ്പാണ്. അപ്പം നമുക്കവിടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് കോൺക്രീറ്റ് റോഡ് അല്ലെങ്കിൽ ആസ്ഫാൾട്ട് റോഡൊക്കെ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ആ സിറ്റുവേഷൻ നമുക്കിപ്പോൾ കുറച്ചും കൂടെ സ്ലോപ്പ് കുറയ്ക്കണം, ഒരു 5% 6% ആക്കണം. അപ്പം ഈ സ്ഥലം ഇവിടെ ഒന്നെങ്കിൽ പൊക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ താത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കട്ട് കൂടുതൽ വരും, ഇവിടെ ഫില്ല് കൂടുതൽ വരും. അങ്ങനെയൊക്കെ ഒരുപാട് ഈ ചെയ്യാനുണ്ട്. പിന്നെ ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് വെർട്ടിക്കൽ
ക്രോസ് സെക്ഷനാണ്. ഇത് എങ്ങനെയാണ് പോകുന്നതെന്ന് ബേസ് ചെയ്യുന്നത് നമ്മുടെ അസംബ്ലി ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് പോകുന്നത്. അസംബ്ലി എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ ക്രോസ് സെക്ഷനാണ്. അപ്പോൾ അസംബ്ലി നമ്മൾ അടുത്ത വീഡിയോസ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് വരികയാണ്. അസംബ്ലി വഴിയാണ്, അസംബ്ലി എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ, അതുവഴിയാണ് നമ്മളിപ്പം ഡ്രോയിങ് ഈ കോറിഡോർ പോകുന്നത്. ഈ ഡിസൈൻ പ്രൊഫൈൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഡ്രോ ചെയ്താലും അസംബ്ലിയിൽ കാണുന്ന ആ ഷേപ്പിലായിരിക്കും നമ്മുടെ ഈ ലൈൻ പോകുന്നത്. അപ്പോൾ അത് പോകുന്ന വഴിക്കുള്ള കട്ടും ഫില്ലും എല്ലാം ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ലാസ്റ്റ് കട്ടും ഫില്ലും ക്വാണ്ടിറ്റി എടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ബേസിക്കായിട്ടെന്ന് പറഞ്ഞാൽ ബാൻഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡെപ്തും കാര്യങ്ങളും അതുപോലെ ഹൈറ്റും കട്ട് എന്തോരം വരുന്നുണ്ട്, ഫില്ല് എന്തോരം വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനാണ് ഈ ക്രോസ് സെക്ഷൻ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ബാൻഡൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്, നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ബാൻഡ് ആണ് ചെയ്യുന്നത്. എല്ലാവരും ആ വീഡിയോയും കൂടി ഒന്ന് കാണുക. ഇതൊക്കെ നമ്മൾ ഈ ലൈൻസും കർവും നമുക്ക് ആഡ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ടൂളാണ്. ഇതിനകത്തൊക്കെ നമുക്ക് നോക്കിയാൽ ഡീറ്റെയിൽസ് ഫുള്ളായി ഇതിനകത്തുണ്ട്. കണ്ടോ, ഈ അലൈൻമെൻറ്റ് പോയേക്കുന്ന വഴിക്കുള്ള റേഡിയസും കാര്യങ്ങളും സാഗും ക്രസ്റ്റും അതുപോലെ കെ വാല്യൂ എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വാല്യൂ തന്നെ വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഫുള്ള് വാല്യൂ ഉണ്ട്. ഇതിങ്ങനെയാണ് നമ്മൾ ഡിസൈൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഡിസൈൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നത്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ടിക്ക് ചെയ്ത് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഹോം പേജിൽ നോട്ടിഫിക്കേഷനകത്ത് വന്ന് കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.